നമസ്കാരം. നിങ്ങൾക്ക് അധികമായിട്ട് തലവേദന, മൈഗ്രെയിൻ, നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, മുടി കൊഴിച്ചിലൊക്കെ അധികമായിട്ടുണ്ട് എന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, പനി, കഫക്കെട്ട്, മൂക്കൊലിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യം ഉപയോഗിച്ചിട്ടുള്ള ഒത്തിരിയേറെ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം ഒരുവിധം എല്ലാ വീടുകളിലും തന്നെ കാണുന്ന ഒരു ഔഷധ ചെടിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ അറിവുകൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ സജിത തേജി. ഒരേ സമയം ഒന്നിലേറെ രോഗങ്ങൾക്ക് ഔഷധമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് നമ്മുടെ പറമ്പിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന പൂവാങ്കുരുന്നൽ അല്ലെങ്കിൽ പൂവാങ്കുരുന്നില എന്നുള്ള പ്രാദേശികമായിട്ട് ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സഹദേവി എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്നത്. കണ്ണിൻ്റെ പലവിധ അസുഖങ്ങൾക്ക്, അതുപോലെ മുടി കൊഴിച്ചിൽ അധികമായിട്ടുണ്ടെങ്കിൽ, നീരിറക്കം പ്രശ്നങ്ങൾ, തൊണ്ടവേദന, ജലദോഷം, പനി, ഒരു ജ്വരഹര ഔഷധമായിട്ടാണ് ആയുർവേദം ഇതിനെ പറയുന്നത്. രക്തശുദ്ധി, നേത്രരോഗങ്ങൾ, അതിൽ തിമിരം, ചെങ്കണ്ണ് തുടങ്ങിയിട്ടുള്ളതും ശരീരത്തിലെ നീരകറ്റാനും മൂക്കിലെ ദശവളർച്ചയ്ക്കൊക്കെ ഉത്തമമായിട്ടുള്ളതാണ്. രക്തത്തിലെ ടോക്സിൻസുകളെയൊക്കെ തന്നെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതും രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ അവരുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള മുഴകൾ, ഫൈബ്രോയിഡ് പ്രശ്നങ്ങൾ, PCOD എന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ്. അതുപോലെ അമിതമായിട്ട് കുടവയറുണ്ടെങ്കിലോ അത് മാറ്റാനും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഇതിനൊക്കെ പല പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് അറിയാം. ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ചരകസംഹിതയിൽ ജ്വരഹരം, അതായത് പനിക്കുള്ള നല്ലൊരു മരുന്നാണ് പൂവാങ്കുരുന്നില എന്നുള്ളതാണ് പറയുന്നത്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം കാരണമൊക്കെ തന്നെ മൂത്രം ശരിയായിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുള്ളവർക്കും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രനാളിയിൽ വരുന്ന അണുബാധ പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ വളരെ നല്ലൊരു ഔഷധമാണ്. മൈഗ്രെയിൻ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള തലവേദന വരാറുണ്ടല്ലോ, ചിലർക്ക് ഇടത് സൈഡിൽ മാത്രമായിട്ടൊരു തലവേദന വരുന്ന സമയത്തോ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇടത് സൈഡിലാണ് തലവേദന എന്നുണ്ടെങ്കിൽ വലത് കൈയുടെ ഈ ഒരു പെരുവിരൽ, അല്ലെങ്കിൽ ഇതിനെ തമ്പ്, ഈ ഒരു വിരലിൽ ഈ പൂവാങ്കുരുന്നില മുഴുവനായിട്ട് എടുക്കുക. സമൂലമാണ് എല്ലാത്തിനും നമ്മൾ എടുക്കാറ്. വേരും ഇലയും പൂവും കായും എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിലിട്ട് ഞെരടി എടുത്തിട്ട് ഈ വിരലിന് ചുറ്റും നന്നായിട്ട് ടൈറ്റായിട്ട് ഇതൊന്ന് കെട്ടിവെക്കുക. ഇനി കുറഞ്ഞ സമയം ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഈ തലവേദന നിശേഷം ശമിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് നീരിറക്കം, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിലോ അതിനുമുണ്ട് പ്രതിവിധി. ഇത് നിങ്ങൾക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാം.